ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ സാധാരണ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്കഷനാണ്. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ സാധാരണ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ പൊതുവേ നിങ്ങൾ ചോദിക്കുന്ന ചില ഡൗട്ട്സ് ഉണ്ട്. ആ ഡൗട്ട്സ് വളരെ റെലവൻ്റ് ആണെന്ന് തോന്നുകയും അതുപോലെ ഞാൻ പല കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്ന കാര്യം ഒരു സമയത്ത് ഞാൻ ആ ഒരു ഫേസിലൂടെ കടന്നുപോയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ്ലി ലോസ് ആക്കുന്ന ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്. അതായത് നമ്മളുടെ ആക്ച്വൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ആണ്. ബട്ട് കൺസിസ്റ്റൻ്റ്ലി ലോസ് ആക്കുന്ന ഈ ട്രേഡേഴ്സ്, അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള നമ്മളൊക്കെ ആ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പം അതിനെങ്ങനെ ടാക്കിൾ ചെയ്യാം, ശരിക്കും എന്തുകൊണ്ടായിരിക്കും എങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പല ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ്സ് അതുപോലെയുള്ള സംഭവങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ചെയ്യുന്നത് പ്രൈസ് ആക്ഷനാണ്. പ്രൈസ് ആക്ഷൻ അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. ചില ആൾക്കാർ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവാം, അതിൻ്റേതായിട്ടുള്ള മെറിറ്റ് ഉണ്ട്, ഡിമെറിറ്റ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മളുടെ ആ ഒരു സൈക്കോളജിയിലെ പല കാര്യങ്ങളും ഒന്ന് കറക്റ്റ് ചെയ്താൽ തന്നെ ചിലപ്പോൾ നമ്മളുടെ ഈ കൺസിസ്റ്റൻ്റ്ലി ലോസ് എന്നുള്ളൊരു സംഭവം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. കൺസിസ്റ്റൻ്റ്ലി ലോസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റബിൾ ആവുന്നല്ല അതിൻ്റെ അർത്ഥം. ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മളുടെ ആ ഒരു നെഗറ്റീവ് മൂവിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോലി നമുക്ക് നമ്മളുടെ ആ ഒരു കരിയറിനെ പോസിറ്റീവ് പാത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അല്ലേ? അതേ സമയത്ത് നമ്മൾ ആ നെഗറ്റീവിൽ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇമോഷണൽ ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ് ട്രേഡിങ്ങിൽ. കുറച്ച് പൈസ ലോസ് ആകുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന ഇമോഷണൽ പ്രോബ്ലംസ് ട്രേഡിങ്ങിൽ തന്നെ നമ്മളെ പുറത്തോട്ട് പോകാനുള്ള ഒരു കണ്ടീഷനിലേക്ക് വരുത്താണ് ചെയ്യുക. നിങ്ങൾ പല ആൾക്കാരും എനിക്കറിയാം ഫുൾ ടൈം ട്രേഡേഴ്സ് ആകുന്നവരോ അല്ലെങ്കിൽ ആകാൻ ആസ്പിരൻ്റ് ആയിട്ടുള്ളവരോ അല്ല, ജോലിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സൈഡ് ഇൻകം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും കുറേ ലോസ് ആകുമ്പോൾ എന്താ ചിന്തിക്കുക, എൻ്റെ കയ്യിലുള്ള എൻ്റെ സാലറി അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ഞാൻ കൊണ്ട് കളയുകയാണ്, വെറുതെ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഫാൾ ബാക്ക് ചെയ്യും. എങ്ങോട്ട്? ആ ഒരു നോർമൽ ഹേർഡ് ലൈഫിലേക്ക്, അല്ലേ? നമ്മൾക്ക് നമ്മളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ക്വിറ്റ് ചെയ്യുന്നതിന് പകരം എന്താണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. കാരണം ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എന്തൊക്കെയാണ് ചെയ്തു, എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. എല്ലാവർക്കും അത് അപ്ലിക്കബിൾ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഈ കൺസിസ്റ്റൻ്റ്ലി ലോസ് എന്ന് പറയുന്നൊരു സംഭവം എന്താണ്? ഡെയിലി ഒരു 5,000 റുപ്പീസ് വെച്ച് നിങ്ങൾക്ക് ലോസ് ആവുന്നെന്ന് വിചാരിച്ചോളൂ. ഒരു 5 ദിവസം കൊണ്ട് ഒരു 25,000 നമ്മളുടെ ലോസ് ആവുന്നു, അല്ലേ? അറ്റ് ദ സെയിം ടൈം നമുക്കതിൻ്റെ ഒന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്കാം. 5 ദിവസം നമുക്ക് കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റ് ഉണ്ടാവുന്നു. എങ്ങനെയാണ് ഈ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്? എങ്ങനെയാണോ ലോസ് ഉണ്ടായത് അതുപോലെ. എങ്ങനെയാണ്? നമ്മളൊരു ട്രേഡ് എടുക്കുന്നു, ആ ട്രേഡ് ഫിനിഷ് ആവുന്നു, ഒന്നിൽ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്. പക്ഷേ നമ്മളിൽ കൂടുതൽ പേർക്കും കൺസിസ്റ്റൻ്റ്ലി പ്രോഫിറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല, പക്ഷേ ലോസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം സിമ്പിളായിട്ട് പറഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഡീമെറിറ്റ്സിനേക്കാളും അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സിനേക്കാളും സൈക്കോളജിക്കൽ മിസ്റ്റേക്സ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ കാരണം ഇപ്പം ഞാൻ പറഞ്ഞു തന്നെയാണ്. കാരണം ലോസും പ്രോഫിറ്റിനും ഒരേ പ്രോബബിലിറ്റിയാണ്. ഒരു നോർമൽ ന്യൂട്രലായിട്ട് നോക്കുവാണെങ്കിൽ നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് 50% പ്രോഫിറ്റ് 50% ലോസ് എന്ന് പറയുന്ന ചാൻസ് ആണുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാവരും കൺസിസ്റ്റൻറ്റ് ലോ സൈഡിൽ നിൽക്കുന്നത്? 50% ലോസ് 50% പ്രോഫിറ്റ് ഉണ്ടായിട്ട് പോലും എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം, ഫസ്റ്റ് കാര്യം എനിക്ക് തോന്നുന്നത്, നമ്മൾ ഓൾവേസ് വെയിറ്റ് ചെയ്യുന്നത് ഒരു പെർഫെക്റ്റ് ട്രേഡിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളുടെ സെറ്റപ്പ്, ഞാൻ ഇനി പറയാൻ അങ്ങോട്ട് പോകുന്ന കാര്യം, ഞാൻ സെറ്റപ്പ് പ്രോസസ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ചിലപ്പോൾ അത് ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കാം. നിങ്ങളിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പോലെ പ്രൈസ് ആക്ഷൻ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. വേറെ ഡെറിവേറ്റീവ് അനാലിസിസ് ചെയ്യുന്നവരുണ്ടായിക്കോട്ടെ, ഏത് രീതിയിലും ആയിക്കോട്ടെ. പക്ഷേ നമ്മളുടെ ഒരു പ്രോസസ്സ്, അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി നമ്മൾ പല സമയത്തും വെയിറ്റ് ചെയ്യും. അത് തെറ്റാണെന്ന് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, അങ്ങനെ തെറ്റായി പിന്നെ എങ്ങനെ പെർഫെക്ഷൻ ഇല്ലാതെ പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ 2 കാര്യങ്ങളാണ്. നമുക്ക് നമ്മളുടെ സെറ്റപ്പിൽ പെർഫെക്ഷൻ വേണം, പക്ഷേ അവിടെ നമ്മളുടെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിലാണ് അവിടുത്തെ പ്രോബ്ലം വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു പ്ലാൻ ഉണ്ട്, മാർക്കറ്റിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്രോസസ്സ് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്കിൽ ഒരു ട്രേഡ് വരുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കും. പക്ഷേ ഇനിയാണ് വരുന്ന പ്രശ്നം, മെയിനായിട്ട് വരുന്ന പ്രശ്നം, നമ്മൾ ആ ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ നമ്മളുടെ ഹോപ്പ് വളരെ ഹൈ ആയിരിക്കും. കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ പെർഫെക്ഷൻ. നമ്മളൊരു പെർഫെക്റ്റ് സെറ്റപ്പിലാണ് എൻട്രി ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പെർഫെക്റ്റ് എൻട്രി എങ്ങനെ തെറ്റിപ്പോകും?
ഒരിക്കലും പറ്റില്ല അല്ലേ? നമ്മളുടെ ഒരു എന്താ പറയണ്ടേ, മൈൻഡിൻ്റെ ഒരു വർക്ക് അങ്ങനെയാണ് നടക്കുന്നത്. ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത്, ഇത്ര ദിവസം വെയിറ്റ് ചെയ്ത് അവസാനം വന്നൊരു സെറ്റപ്പ്, ഇറ്റ് വാസ് എ പെർഫെക്റ്റ് സെറ്റപ്പ്. സ്റ്റിൽ ഇതിങ്ങനെ മുകളിലേക്ക് പോകുന്നതിന് പകരം താഴേക്ക് വരുന്നു, എൻ്റെ അഗെയിൻസ്റ്റ് പോകുന്നു, എനിക്ക് ലോസ് ആവുന്നു. അത് നമ്മളുടെ മെൻ്റലി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നമ്മളവിടെ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു, ഐ വാണ്ട് മാർക്കറ്റ് ടു ഡൂ ദിസ് ബിക്കോസ് ദ പെർഫെക്റ്റ് സെറ്റപ്പ് എക്സിസ്റ്റ് എന്നുള്ള ആ ഒരു കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റിയാണ് നമ്മൾക്ക് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ഇത്രയാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കുക, സെറ്റപ്പ് നല്ല ഗുഡ് സെറ്റപ്പ് ആയാൽ മതി, പെർഫെക്റ്റ് സെറ്റപ്പിൻ്റെ ആവശ്യമില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾ ഒരു ഡോജിയുടെ ഒരു സെറ്റപ്പായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുകയെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ഇൻസൈഡ് ബാറിൻ്റെ ഒരു സെറ്റപ്പാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുകയെന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ നമ്മൾ ട്രേഡേഴ്സ് ഹെഡ് സ്റ്റാർട്ടിൽ പറഞ്ഞതുപോലെ ഒരു ഗ്യാപ്പ് സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെയിലി എത്ര വണ്ടർഫുള്ളായിട്ടാണ് ഗ്യാപ്പ് സ്ട്രാറ്റജീസ് ഒക്കെ വർക്ക് ആവുന്നതെന്നുള്ളത്. പക്ഷേ ആ ഒരു സെറ്റപ്പിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ബുൾ ബാർ, ഒരു നല്ലൊരു സൂപ്പർ ബുൾ ബാർ നമ്മൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ബുൾ ബാറിൻ്റെ താഴെ ട്രേഡ് എടുക്കണം. ചിലപ്പോൾ അതൊരു പെർഫെക്റ്റ് ബുൾ ബാർ ആയിന്ന് വരില്ല, പക്ഷേ കോണ്ടെക്സ്റ്റ് ഓക്കെ ആണോ, നിങ്ങൾക്ക് ആ ട്രേഡ് എടുക്കാം. അതുപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഒരു ഗുഡ് സെറ്റപ്പ് ഉണ്ടായാൽ തന്നെ ട്രേഡ് എടുക്കണം. കാരണം എന്താ, ഗുഡ് സെറ്റപ്പ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഹോപ്പ് ഹൈ ആയിരിക്കില്ല. നിങ്ങളുടെ ഹോപ്പ് ഹൈ ആവാതിരുന്നാൽ, ഹൈ ആയാലും ഇല്ലെങ്കിലും സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഹൈ ആയി കഴിഞ്ഞാലത്തെ കുഴപ്പം, ആ സ്റ്റോപ്പ് ലോസ് കഴിയുമ്പോൾ നമുക്ക് വളരെ പെയിൻഫുൾ ആയിരിക്കും. അത് നമ്മൾ ഭയങ്കര ഡെസ്പറേറ്റ് ആവും. അതേ സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് നമുക്കൊരു ഹോപ്പ് അധികം ഇല്ലാത്ത, ഇറ്റ്സ് ജസ്റ്റ് അനദർ ട്രേഡ് എന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു ട്രേഡിലാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ബിക്കോസ് ആ ഒരു ട്രേഡ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ട്രേഡിലേക്ക് കൂളായി നടന്നു പോകും. ഈ ഒരു മെൻ്റൽ ആസ്പെക്റ്റാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ പല ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ സെറ്റപ്പുകൾ, നമ്മളുടെ പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ പറ്റുന്ന വേറൊരു കാര്യം എന്താ, ഞാൻ എപ്പോഴും പറയും, ടെലിഗ്രാം ചാനലിൽ ഞാൻ ഡെയിലി പറ്റുന്ന ദിവസമൊക്കെ പോസ്റ്റ് ഇടാറുണ്ട്. നിങ്ങൾ ന്യൂസ് കാണരുത്, അല്ലെങ്കിൽ ന്യൂസ് അവോയ്ഡ് ചെയ്യണം. ന്യൂസ് വിൽക്കാൻ വേണ്ടി മാത്രം മാർക്കറ്റിൽ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ബിസിനസ്സാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ആസ് എ മെച്യൂർഡ് ട്രേഡർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ന്യൂസ് അല്ല നിങ്ങളെ ഒരു നല്ല ട്രേഡർ ആക്കുക എന്നുള്ള കാര്യമാണ്. കാരണം ന്യൂസ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ വീഡിയോസ് ഒരുപാടുണ്ട്. ഇതുപോലെ എഫക്റ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, കണ്ടു നോക്കുക. എന്തുകൊണ്ട് ന്യൂസ് ബേസ്ഡ് ട്രേഡിംഗ് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ന്യൂസ് നിങ്ങൾ വായിച്ചു എന്ന് വിചാരിച്ചോളൂ. അതിനുശേഷമാണ് നമ്മളുടെ ഒരു ഗ്യാപ്പ് സ്ട്രാറ്റജി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ചോളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കാണുന്നു ഒരു സൂപ്പർ ഗ്യാപ്പ് ഡൗൺ. ഇന്നലെ സംഭവിച്ച കാര്യമാണ്, ഒരു സൂപ്പർ ഗ്യാപ്പ് ഡൗണിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. ഞാനവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണം, അങ്ങനത്തെ ഒരു സമയത്തൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല സമയത്ത് നൈറ്റിൽ ബ്രേക്കിംഗ് ന്യൂസൊക്കെ വരും, വീണ്ടും കൊറോണ കൂടുന്നു, അല്ലെങ്കിൽ വീണ്ടും അങ്ങനെ ആവുന്നു ഇങ്ങനെ ആവുന്നു, നമ്മളുടെ ഇന്ത്യയാണ് ഏറ്റവും വേസ്റ്റ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ കൂടെ ഒരു ഗ്യാപ്പ് ഡൗൺ. പക്ഷേ ഗ്യാപ്പ് ഡൗണിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഇൻ്റലക്റ്റ് അല്ലെങ്കിൽ ആ ബുദ്ധി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇന്നലെ ഇതൊക്കെ വായിച്ചില്ല, വേണ്ട, വെറുതെ ഇനി ഒരു ലോങ് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ലോസിലുണ്ടാവും. ഞാനും പണ്ട് അങ്ങനെ തന്നെ ചെയ്തിരുന്നതാണ്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതുപോലെയുള്ള സമയത്ത് കുറച്ചുകൂടി ധൈര്യത്തോടു കൂടി ട്രേഡ് എടുക്കാൻ പഠിക്കണം. കാരണം മാർക്കറ്റ് എന്താണോ നമ്മളോട് പറയുന്നത്, പ്രൈസ് ഈസ് ട്രൂത്ത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാർക്കറ്റ് എന്താണോ നമ്മളോട് പറയുന്നത് അത് വിശ്വസിക്കാൻ പഠിക്കുക. അല്ലാതെ അന്നേരം ഇതുപോലെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങളുടെ മൈൻഡ് ക്ലട്ടേഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ എത്ര കൺട്രോൾ ചെയ്താലും ഇതുപോലെയുള്ള ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ നിന്നൊരു പേടി അല്ലെങ്കിൽ ഇത് വരും, ഇതെടുത്താൽ ശരിയാവുമോ. അപ്പോൾ നിങ്ങൾ ചില സമയത്ത് എടുത്താൽ പോലും പെട്ടെന്ന് എക്സിറ്റ് ചെയ്യും. ഓരോ ചെറിയ റിവേഴ്സൽ ക്യാൻഡിൽ കാണുമ്പോൾ ഇത് മാർക്കറ്റ് ടേൺ ആവുന്നതാണെന്ന് വിചാരിച്ച് എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൺസിസ്റ്റൻറ്റ് ലോസ് വരുന്നത്. എങ്ങനെയാണ്? കാരണം നിങ്ങളുടെ പ്രോഫിറ്റബിൾ ട്രേഡ്സിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിർത്തുന്നില്ല. ലോസ് ട്രേഡ്സ് ഇത് വർക്ക് ചെയ്യായിരിക്കും എന്ന് വിചാരിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ലോസ് ട്രേഡ് എല്ലാ സമയത്തും നമ്മളിപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ ആ സ്റ്റോപ്പ് ലോസ് എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ആസ് എ ബിഗിനർ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് വരെ വെയിറ്റ് ചെയ്യാം. പക്ഷേ ഒരു വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് മാർക്കറ്റ് ടേൺ ആവുന്നതെന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു സിഗ്നൽ കിട്ടിയെന്ന് വിചാരിച്ചോളൂ. കണ്ടിന്യൂസ് ബുൾ ബാർസ് വരുന്നു, അധികം റീട്രേസ്മെൻറ്റ്സ് നടക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റോപ്പ് ലോസ് എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കാണുന്നു മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയി താഴേക്ക് പോകുന്നു. നമ്മളൊരു ട്രേഡ് എടുത്തു, ആ ട്രേഡിന് ശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. മുകളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ആ ഈഗോ അല്ലെങ്കിൽ ഓൾറെഡി നമ്മളുടെ ഉള്ളിലുള്ള ആ ഹോപ്പ്, അതുപോലെ നമ്മളുടെ മനസ്സിലുള്ള ന്യൂസ്, നമ്മൾ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഷെയർ ചെയ്തിട്ടുള്ള, വാട്സാപ്പിൽ കണ്ടിട്ടുള്ള, ടെലിഗ്രാമിൽ കണ്ടിട്ടുള്ള ന്യൂസ്, അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട്, മാർക്കറ്റ് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് എടുക്കണം എന്നൊക്കെയുള്ള ആ ന്യൂസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്താ പറയണ്ടേ ക്ലട്ടേഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അവിടെ നിന്ന് സംഭവിക്കുന്നത് എന്താ, നിങ്ങൾ ഈ ട്രേഡ് എടുത്തിട്ടുണ്ടാവും,
പക്ഷേ മാർക്കറ്റ് ഓപ്പോസിറ്റ് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്നു അല്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രേഡ് താഴോട്ട് തന്നെയാണ് പോകേണ്ടതെന്നുള്ളത്. സോ വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡായിരുന്നു, അത് അധികം പ്രോഫിറ്റ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് എക്സിറ്റ് ചെയ്തു പേടിയിൽ. പിന്നെ വേറൊന്ന് ഒരു നമ്മളുടെ എഗെയിൻസ്റ്റ് പോകുന്ന ട്രേഡാണ്, അത് നേരത്തെ എക്സിറ്റ് ചെയ്ത് ചെറിയ ലോസിൽ കട്ട് ചെയ്യേണ്ടതിന് പകരം നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ്? നമ്മളുടെ മനസ്സിൽ ഈ ഒരു നോയ്സ് ഉണ്ടായിരുന്നതുകൊണ്ട്. ഇത് ഞാൻ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയാൻ കാരണം ഇത് നിങ്ങൾ പല ആൾക്കാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളായിരിക്കും ഞാൻ അങ്ങനെ ചിന്തിച്ചില്ലല്ലോ, അങ്ങനെ ഒരു ന്യൂസിൻ്റെ കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബാക്ക് ഓഫ് മൈൻഡ് നടക്കുന്ന പ്രോസസ്സാണ്. എല്ലാ സമയത്തും നിങ്ങൾക്ക് അത്രയും അധികം അവയർനെസ് ഉണ്ടായിരുന്നു വരില്ല. പിന്നെയുള്ള ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മളുടെ നമ്പർ ഓഫ് ട്രേഡ്സ്. അല്ലെങ്കിൽ ഓവർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കിപ്പോൾ ഡെയിലി കാണാൻ പറ്റും. കാരണം നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കഴിയുമ്പോൾ അതിനകത്ത് 10 ട്രേഡ് 8 ട്രേഡൊക്കെയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും ട്രേഡ് ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വൈകുന്നേരം ഇരുന്നിട്ട് ഈ ട്രേഡ്സ് ഒന്ന് അനലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് എല്ലാം ലോഗ് ചെയ്ത് എൻട്രി എക്സിറ്റ് ഇവിടെ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണ്, കാര്യങ്ങൾ എന്താണെന്ന് ചെയ്യാൻ പറ്റുക? ഒരിക്കലും പറ്റില്ല. കാരണം അതിന് നിങ്ങൾ എത്ര സമയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പോലും 2 ദിവസം 3 ദിവസം നിങ്ങൾ ചെയ്യുമായിരിക്കും, പെട്ടെന്ന് ബോറടിക്കും, ട്രേഡിങ്ങിലോട്ട് തന്നെ നിങ്ങൾക്കൊരു മടുപ്പ് തോന്നും. പ്രത്യേകിച്ച് ലോസും കൂടിയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. നിങ്ങൾക്കറിയാം ലോസസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്നാണ് ഇമോഷണലി ഡിസ്ട്രോയ്ഡ് ആയി പോവുക. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അധികം ലോസസ് വരുമ്പോൾ ഒരുപാട് ട്രേഡ് ഒന്ന് ചെയ്താൽ അത് നിങ്ങൾക്ക് മാനേജ് ചെയ്ത് നെക്സ്റ്റ് ഡേ അതിൽ പറ്റിയ മിസ്റ്റേക്കുകൾ തിരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ്ലി ലോസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രാഡേ സ്റ്റോക്ക് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ചാനലിലുണ്ട്. അതിനകത്തൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്ര 2-3 സ്റ്റോക്ക് മാത്രം കയ്യിൽ വെച്ച് ട്രേഡ് ചെയ്യുക, അതിൽ തന്നെ എല്ലാ സമയത്തും ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഡെയിലി ലോഗ് ചെയ്യുക. ഒരു 2 ട്രേഡിൽ കൂടുതലൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ ഇനീഷ്യലി അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ട്രേഡ് ലോഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ആ ട്രേഡിൽ എന്താണ് നിങ്ങളുടെ മിസ്റ്റേക്ക് പറ്റിയത്, എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും കൂടെ പറ്റുന്നൊരു ചാൻസാണ് 1-2 ട്രേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്നതും. പക്ഷേ ഒരുപാട് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇല്ലാതാക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതാണ് ട്രേഡിംഗ് ജേണൽ. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സൽ ഫയൽ, നിങ്ങൾക്ക് അതിൻ്റെയും വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ട്രേഡിംഗ് ബേസിക്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായും കണ്ടിരിക്കേണ്ട വീഡിയോസ്. സി ഗൈസ്, ഞാൻ നിങ്ങളോട് ഓരോ വീഡിയോയും ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക് കാണുന്നവർ അത് റിയലി ട്രേഡിങ്ങിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഞാൻ ഓവർ ദി ഇയേഴ്സ് മനസ്സിലാക്കിയത് ട്രേഡിങ്ങിൽ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ സെറ്റപ്സിനേക്കാളും കൂടുതൽ സൈക്കോളജിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ട്രേഡിംഗ് കോഴ്സ് ട്രേഡേഴ്സ് ഹെഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം. വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ അറിയേണ്ടവർക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കീപ് ലേണിംഗ്. ബൈ.